ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഹമാസ് ഉറപ്പിച്ചു പറയുന്നത്. ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ തന്നെ അങ്ങോട്ട് പറഞ്ഞിരുന്നു, അതായത് താൽക്കാലികമായി വീണ്ടും ഉപാധികളൊന്നുമില്ലാത്ത ഒരു വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറാണ്. 45 ദിവസത്തേക്ക് താൽക്കാലികമായി വെടിനിർത്താം. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെ, അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കണം. പകരം ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പലസ്തീൻകാരായ തടവുകാരെ അവരും വിട്ടുകൊടുക്കും. ഏതാണ്ട് 10 ബന്ദികളെ വിട്ടു നൽകിയാൽ 120ഓളം പലസ്തീൻകാരെ വിട്ടു നൽകാം. ഈ രീതിയിലാണ് ഹമാസിന് മുന്നിൽ പാലസ്തീൻ വിഷയം അവതരിപ്പിച്ചത്. ഇതേക്കുറിച്ച് ഹമാസ് ചർച്ച നടത്തി. അതുപോലെ തന്നെ കെയ്റോയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം ഔദ്യോഗികമായി ഹമാസ് പറയുന്നത് ഞങ്ങൾ ഈ എഗ്രിമെൻറ്റിനോട്, ഈ ഒരു വ്യവസ്ഥയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ ഹമാസ് ഈ വെടിനിർത്തൽ കരാറിന് അംഗീകരിക്കുന്നില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് താൽക്കാലികമായ വെടിനിർത്തലല്ല വേണ്ടത്, ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണം. ഗസയിലെ പ്രശ്നം എന്നും ശാശ്വതമായി പരിഹരിക്കപ്പെടുകയും അവിടെ നിന്ന് ഇസ്രായേൽ സേന പുറത്തു പോവുകയും വേണമെന്ന് ഇവർ ഔദ്യോഗികമായി തന്നെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ധന്യ പറയുന്ന പോലെ യുദ്ധം അവസാനിക്കുമോ അല്ലെ അനന്തമായി നീണ്ടുപോകുമോ എന്നത് സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഗസയിലൊക്കെ നടന്നത്. അപ്പോൾ ഹയ്യ ഇപ്പോൾ വീഡിയോ സന്ദേശത്തിലൂടെയാണ് പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഔദ്യോഗികമായി വെടിനിർത്തലിന് തയ്യാറല്ല. മാത്രവുമല്ല, ഈ മേഖലയിൽ നിന്ന് എപ്പോഴാണോ ഇസ്രായേൽ സേന പിൻവാങ്ങുന്നത് അപ്പോൾ മാത്രമേ ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇവർ പറയുന്ന, ഈ ഹയ്യ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഇതിനോട് യോജിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇസ്രായേൽ തന്നെ വെടിനിർത്തൽ കരാർ ലംഘിക്കും, എന്നിട്ട് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ തന്നെ ഏതാണ്ട് 37 പേരോളം കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും അതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഹമാസിൻ്റെ പ്രശ്നമെന്നാണ് ഇസ്രായേൽ കുറ്റപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കും, അവിടെയുള്ള പലസ്തീൻകാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റും, അവിടെ നിന്ന് ഹമാസിനെ തൂത്തെറിയും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഹമാസിനും ചെറിയ പേടിയുണ്ട്. കാരണം അവിടുത്തെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണെന്ന് ഈ പലസ്തീൻ ജനത തന്നെ പരസ്യമായി പറയുകയും അവർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഹമാസിന് ഈ പറയുന്ന പലസ്തീൻകാരുടെ പരസ്യമായ ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവർ പേടിക്കുന്നുണ്ട്. എന്തായാലും സമാധാനത്തിലല്ല, മറിച്ച് നിരന്തരമായ ആക്രമണത്തിലാണ് ഇസ്രായേൽ ശ്രദ്ധ ഊന്നുന്നത് എന്ന് ഹമാസ് തിരിച്ചു കുറ്റപ്പെടുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഹയ്യ മറ്റ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഗസയെ യുദ്ധത്തിലും പട്ടിണിയിലും അക്രമത്തിലും ഒക്കെ നിലനിർത്തിയിട്ട് അവിടെ കൂടുതൽ ദുരിതം വിതയ്ക്കാനാണ് ശ്രമിക്കുന്നത്. UN-ൻ്റെ സഹായത്തോടെ മാനുഷിക സഹായം എത്തിക്കുന്നതിന് പോലും ഇസ്രായേൽ തടസ്സം നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഇസ്രായേലിനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഞങ്ങൾ ഈ യുദ്ധം നിർത്താൻ തയ്യാറല്ല. മാത്രമല്ല, മുഴുവൻ ആളുകളെയും പലസ്തീൻകാരെയും എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തു വിടണമെന്നും ഈ ഖലീൽ അൽ ഹയ്യ, ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാവാണ്, ഇയാൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ യുദ്ധം തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, യുദ്ധം അവസാനിക്കില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഹമാസ് യുദ്ധം അവസാനിപ്പിക്കില്ല, ഞങ്ങൾ ഇസ്രായേലിൻ്റെ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല, ഇങ്ങനെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാൽ മാത്രമേ ഞങ്ങൾ ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഹമാസ് പറയുമ്പോഴും ഇസ്രായേലിന് സഹായമായി നിൽക്കുന്നത് അമേരിക്കയാണ്. ഹമാസ് ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പം നിന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ ഹമാസിന് കഴിയുമോ? അവിടെയാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ ഈ അമേരിക്ക ഇറാനുമായിട്ടൊരു യുദ്ധമുഖം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു, ചൈനയുമായിട്ടുള്ള ട്രേഡ് വാറിൽ എൻഗേജ് ആകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുൻകൈ എടുത്തുകൊണ്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ള ചിന്തയിലേക്ക് മാറുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇത്രയും നാളത്തെ വെടിനിർത്തലിലൂടെ ഇതുവരെ 38 ബന്ദികളെ മാത്രമാണ് ഹമാസ് മോചിപ്പിച്ചത്. ഇനിയും ഞങ്ങളുടെ 59 പേരോളം അവരുടെ കസ്റ്റഡിയിലുണ്ട്. മാത്രമല്ല, ഹമാസിൻ്റെ നിലപാടുകളെ ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. നേരത്തെ നമുക്കല്ല 2023 ഒക്ടോബർ 7-നാണ് ഈ പ്രശ്നമുണ്ടായത്, ഹമാസിൻ്റെ അറ്റാക്ക് നടന്നു. ഇതിനുശേഷം ശക്തമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതിനുശേഷം ആ നവംബറിൽ ഒരു ചെറിയ കാലത്തേക്ക് വെടിനിർത്തലുണ്ടായി. അതിനുശേഷം വീണ്ടും അറ്റാക്ക് തുടങ്ങുന്നു. 2025 ജനുവരിയൊക്കെ ആയപ്പോഴേക്കും വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ ഉടൻ തന്നെ, അല്ലെ അതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ താൽക്കാലിക വെടിനിർത്തലുണ്ടായത്. ഇതിനുശേഷം ബന്ദികളെ കൈമാറാമെന്ന് പറയുന്നു. അന്ന് ഹമാസ് നൽകിയ ലിസ്റ്റിൽ ജീവിച്ചിരിക്കാത്ത ബന്ദികളുടെ പേര്
പേര് ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരെയും കൈമാറാമെന്ന് പറഞ്ഞു. അവസാനം ഡെഡ് ബോഡിയാണ് നൽകിയത്. അത് വലിയ പ്രശ്നമുണ്ടാക്കി. ഡെഡ് ബോഡി വെച്ചിട്ട് ഹമാസ് വലിയ ആഹ്ലാദ പ്രകടനം, വലിയ ആഘോഷമൊക്കെ സംഘടിപ്പിച്ചതിനെതിരെ നെതന്യാഹുവും ഇസ്രയേലിലെ ജനങ്ങളും പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇസ്രയേൽ അവർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹമാസിൻ്റെ കയ്യിൽ 59 ബന്ദികളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ജീവനോട് എത്ര പേരുണ്ടെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു വിവരം തന്നില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഇതാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങൾ യുദ്ധം നിർത്തി ഹമാസിൽ നിന്ന് ഗസയിൽ നിന്ന് ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം നിങ്ങൾ അനുഭവിക്കും. ഇതാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഒരുപോലെ പറയുന്നത്. ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ പുതിയ US അംബാസഡർ ഉണ്ട്, മൈക്ക് ഹക്കാബി ഇപ്പം ജെറുസലേമിലെത്തി അവിടുത്തെ ഇസ്രയേലിലെ മനോഹരമായ ഒരു പള്ളിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ചില പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഇസ്രയേലിലെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, പണ്ട് ഇയാൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയൊക്കെ ആകാൻ മത്സരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ അന്ന് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. അതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ച് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നു. ഒപ്പം അവിടുത്തെ തന്നെ ഒരു പ്രശസ്തമായ ജൂത പള്ളിയിൽ ചെന്നിട്ട് വെസ്റ്റേൺ ഹാളിലെ ചുവരിൽ ഒരു പ്രാർത്ഥന, ഒരു സന്ദേശം പോലെ അവിടെ അയാൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവരും ചോദിച്ചാൽ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണിത് എന്ന് പറഞ്ഞിട്ട് DT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രേഖ വെക്കുന്നു. അപ്പോൾ ഇവിടെ പുതിയ അംബാസഡറൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് അമേരിക്ക അവിടെ ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോഴാണ് വീണ്ടും ഹമാസ് എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നത്. ഇങ്ങനെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഖലീൽ അൽ ഹയ്യയുടെ നിലപാട്, ഞങ്ങൾ യുദ്ധം നിർത്തില്ല, ഞങ്ങൾ ആക്രമണം തുടരും. അപ്പോൾ ഇവർക്ക് വേറെ എവിടുന്ന് സഹായം കിട്ടുന്നുണ്ട് അല്ലെ? ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടുമായിരിക്കാം. തീർച്ചയായിട്ടും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആയുധങ്ങൾ കൊടുക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇസ്രായേലിനെ തകർക്കാം എന്നുള്ള ഒരു രീതി ഹമാസിനും, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഹമാസിനും ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അമേരിക്കയുടെ ആയുധത്തിന് മുന്നിലോ അമേരിക്കയുടെ ശക്തിക്ക് മുന്നിലോ ഒരിക്കലും ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഹമാസിന് ഏത് തരത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന്, കാരണം ഗാസ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയാതെയാണ് ഹമാസ് ഇത്തരം ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഒന്നുകിൽ ബന്ദിമോചനം അല്ലെങ്കിൽ നരകയാതന. ഇതാണ് ഇനി ഹമാസ് അനുഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 17 പേര് കൊല്ലപ്പെട്ടു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഖാൻ യൂനിസ് വടക്കൻ മേഖലയാണ്, അവിടെ നടത്തിയ ആക്രമണത്തിൽ 7 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ 2 ദിവസമായിട്ട് ആക്രമണത്തിൽ ധാരാളമായിട്ട് ഭീകര കേന്ദ്രങ്ങൾ, ഇവരുടെ സൈനിക പരിശീലന സ്ഥലങ്ങൾ, അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ അടക്കം 100ഓളം കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, വെടിനിർത്തലിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. ഗാസ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് ഒഴിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിയിലൊക്കെ വലിയ ബങ്കറുകൾ ഉണ്ടെന്നും ആ ബങ്കറുകൾക്കുള്ളിൽ തന്നെ ഈ ബന്ദികളാക്കപ്പെട്ടവരുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ വലിയ ഭീകരാക്രമണം നടത്തിയാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, ഇസ്രായേൽ അവിടെ ഈ പറയുന്ന ഹമാസിന് നേരെ 2 സ്ഥലങ്ങളിൽ കൊണ്ട് ബോംബിട്ടു. പക്ഷേ അതൊരു ജനവാസ കേന്ദ്രമല്ല, ഏതാണ്ട് ഒഴിഞ്ഞ സ്ഥലമാണ്. ആ ഭാഗത്ത് ഇസ്രായേലി ജനങ്ങൾ താമസിച്ചിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഇട്ട ബോംബ് തെറ്റായിട്ട് ഇസ്രായേലി ജനതയുള്ള ഭാഗത്തേക്ക് വീണു എന്ന് ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇസ്രായേൽ ആക്രമണം നിർത്തുന്നില്ല, വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ, ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. അപ്പോൾ നിലവിൽ അവിടുത്തെ പലസ്തീൻകാർ പറയുന്നത്, ഞങ്ങളുടെ 50,000-ഓളം ആളുകളെ കൊലപ്പെടുത്തിയതിന് കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ്. 1,00,000-ലധികം പേർക്ക് പരിക്ക് പറ്റി. അപ്പോഴൊക്കെയും ഞങ്ങളെ മനുഷ്യകവചമാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് ഈ രീതിയിൽ വീണ്ടും ആക്രമണം നടത്തിയാൽ വീണ്ടും സിവിലിയൻസ് കൊല്ലപ്പെടും. അതിന് പരിഹാരമാർഗ്ഗമില്ല. ഇപ്പോൾ 2 ദിവസമായി തുടർന്ന ആക്രമണത്തിൽ ഹമാസിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങൾ, അഭയസ്ഥലങ്ങൾ, ഇതൊക്കെയാണ് നശിച്ചെന്ന് പറയുമ്പോൾ കുറേ സിവിലിയൻസും ഇതിനകത്ത് കൊല്ലപ്പെടും. അതുകൊണ്ടാണ് 2 ദിവസം കൊണ്ട് തന്നെ 24 പേര് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് 37 പേര് കൊല്ലപ്പെട്ടു. അപ്പം മരണസംഖ്യ ഇങ്ങനെ ക്രമാനുഗതമായി കൂടിക്കൂടി വരികയാണ്. ഹമാസിൻ്റെ ലക്ഷ്യം അതാ. ഇവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ ആരഭയം കൊടുക്കും? ആരും കൊടുക്കുന്നില്ല. ഇപ്പോൾ ആകെ കെയ്റോയിൽ നടന്ന ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ലോകം തന്നെ ഉറ്റുനോക്കി. അമേരിക്ക
അമേരിക്ക തൽക്കാലം മറ്റൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് നെതന്യാഹു മുൻകൈ എടുത്ത് പറയുന്നത് നമുക്ക് തൽക്കാലം ഒരു ഒത്തുതീർപ്പിലേക്ക് വരാം. 45 ദിവസമാണ് വെടിനിർത്തൽ നിർത്താമെന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനുവരിയിലും താൽക്കാലിക വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത്. കാരണം അന്നും ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. ഈ അറ്റാക്ക് തുടർന്നു കഴിഞ്ഞാൽ ഹമാസിൽ ഈ പറയുന്ന സമാധാനം ഉണ്ടാകില്ല. ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹം ഗസ എന്ന് പറയുന്ന പ്രദേശം അമേരിക്കയ്ക്ക് സ്വന്തമാക്കണം, അതൊരു മനോഹരമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കണം. അപ്പോൾ ഹമാസിനെ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നതിൻ്റെ കാര്യം അതാ. ഇപ്പോൾ ഹമാസ് ഞങ്ങൾ ഈ വെടിനിർത്തലിനോട് യോജിക്കുന്നില്ല, പൂർണ്ണമായ വെടിനിർത്തലാണെങ്കിൽ ഒപ്പിടാമെന്ന് പറഞ്ഞു. ഈ പൂർണ്ണമായ വെടിനിർത്തലിന് ഇവർ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കുന്നതേ ഉള്ളൂ, ഒന്നുകിൽ ഹമാസ് ആ സ്ഥലം വിട്ടുപോകണം, ഇല്ലെങ്കിൽ നിങ്ങൾ നരകയാതന അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഇസ്രായേൽ ഈ ഹമാസിന് നൽകുന്ന വാണി. ഇത് യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കണം. യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.